നഷ്ടബോധത്തിൻ്റെ നിരാശ പേറുന്ന മുഖവുമായി മറ്റൊരു പ്രഭാതവും കൂടെ അവൻ്റെ മുമ്പിൽ പൊട്ടിമുളച്ചു. തന്നോടൊപ്പം പ്രതീക്ഷ കാത്തിരിക്കുന്ന സഹയാത്രികളുടെ ഒപ്പം പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി അവൻ മാത്രം ഒറ്റപ്പെട്ട ഒരനുഭവത്തിൽ കഴിയുന്നു. ശരീരത്തിൻ്റെ സ്വാധീനതകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടത് നിമിത്തം, മക്കളെയും ഭാര്യയും നഷ്ടപ്പെട്ടത് നിമിത്തം, കുടുംബത്തിൻ്റെ ആനന്ദം തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ദുഃഖം ഹൃദയത്തിൽ വ്യാപരിക്കുന്നത് നിമിത്തം, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ സന്തോഷ നിമിഷങ്ങളെ അയവിറക്കി ഇനി അതൊന്നും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്ന മനോഭാരവുമായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവനും തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾക്കും രോഗങ്ങൾക്കും ചെലവഴിച്ച് തൻ്റെ കീശ മുഴുവനും കാലിയായി ശൂന്യതയ്ക്കകത്തെ വ്യസനം മുഖത്ത് പ്രകടമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനെ തേടി വരാൻ ആരുമില്ല, അവനെ ധൈര്യപ്പെടുത്താൻ ആരുമില്ല, അവൻ്റെ കൈക്ക് പിടിക്കാൻ ആരുമില്ല, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. അവനോട് തന്നെ എന്നും സംസാരിക്കും. നിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു, ഇനി നിനക്ക് ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കാൻ ഒരു സാധ്യതയുമില്ല. നിന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ്. നീ കണ്ടതും നീ കേട്ടതും നീ അനുഭവിക്കുമെന്ന് ചിലർ പറഞ്ഞതുമൊക്കെ വെറും വ്യാജമാണ്. അതൊന്നും നിനക്ക് സ്വായത്തമാക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ചിന്തകളുമായി അവൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എണ്ണി എണ്ണി മുമ്പോട്ട് പോകുമ്പോഴാ അന്നത്തെ ആ പകൽ അവനെ തേടി യേശു വന്നത്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ ശബ്ദം ഒരു പെരുവെള്ളത്തിൻ്റെ എരച്ചിൽ പോലെയും ഭയങ്കര ഒരു മുഴക്കം പോലെ അവൻ്റെ കാതിൽ ശക്തിയോടെ അലയടിച്ചു. അവൻ്റെ ഹൃദയത്തിൽ അവൻ നെയ്തുണ്ടാക്കിയ നിരാശകളുടെ കോട്ടകളെ തകർക്കുന്ന ശബ്ദമായിരുന്നു അത്. അവൻ്റെ ശരീരത്തിൽ ഡീആക്ടിവേറ്റായി കിടന്ന സകല സംവിധാനങ്ങളും ആക്ടിവേറ്റ് ആകാൻ തുടങ്ങി. അവൻ്റെ കൈക്ക് പിടിച്ച് ചിരിതൂകുന്ന മുഖത്തോടെ എഴുന്നേറ്റ് നിന്റെ കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി, എന്തൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായാലും യേശുവിന് അത് മടക്കിത്തരാൻ കഴിയുമെന്ന്. അവൻ്റെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷകൾ നാമ്പ് മുളയ്ക്കാൻ തുടങ്ങി. അന്യം വന്നവൻ്റെ കുടുംബജീവിതം അവന് മടക്കി കിട്ടാൻ തുടങ്ങി. തലമുറകളും ഭാര്യയുമൊത്തുള്ള തീന്മേശ പിന്നെയും അവൻ്റെ മുമ്പിൽ ഒരുങ്ങി. ശൂന്യമായ അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങളിലേക്ക് പുതിയ നന്മകൾ വന്നു കയറാൻ തുടങ്ങി. എൻ്റെ സുഹൃത്തേ, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിരാശയുടെ നടുവിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ കർത്താവിന് പറയാനുണ്ട് കേട്ടോ, ഒന്നും അവസാനിച്ചിട്ടില്ല. യേശു നിന്റെ ജീവിതത്തിൽ പുതിയ ഒരധ്യായം തുടങ്ങാൻ ആരംഭിക്കുന്നു. ധൈര്യമായിരിക്കുക, യേശു നിന്റെ കൂടെയുണ്ട്. God bless you. Amen. Thanks for watching. A like would be appreciated. And don't forget to subscribe.